ഇട്ടിട്ട് അപ്പം നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്താണ്? സ്പൈഡർമാൻ അല്ല, നമ്മുടെ ഈ ആലിസ് കുട്ടനെ നമ്മളൊരു കൃഷ്ണൻ കുട്ടനാക്കാൻ പോകുന്നു. വലിയ മേക്കപ്പ് ഒന്നും എനിക്കറിയില്ല, എന്നാലും എൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് വന്ന് ടച്ചപ്പ് ചെയ്തെടുത്ത് ഇത് കൃഷ്ണനാവോ ഇല്ലേ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അമ്മയ്ക്ക് എപ്പോഴും അസുഖകാലം മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്, ഇത് നിങ്ങളൊന്നും വിശ്വസിക്കണ്ട. എന്തോന്ന് പറഞ്ഞു? തനിയെ മനസ്സിലായിക്കോളും, തനിയെ മനസ്സിലായിക്കോളും. കൃഷ്ണനുള്ള സാധനം ദാ ഇരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്തുണ്ടെങ്കിലും ചെയ്യാമല്ലോ. കൂടെ കൂടെ കൃഷ്ണനൊക്കെ ആക്കാൻ തോന്നും. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. കൃഷ്ണ എന്നാ കൃഷ്ണൻ ആലൂസ് വേൾഡിലേക്ക് പോവാം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ യൂസ് ചെയ്താണ് നമ്മുടെ ഈ കള്ളാലൂസിനെ നമ്മൾ കള്ളകൃഷ്ണനാക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇവന്റെ ഷഡ്ഡി ഇത് അത് വരണ്ട, അല്ലെങ്കിൽ മേക്കപ്പ് ഇടുമ്പോ ചിലപ്പോ പിന്നെ പഞ്ഞിനൂരാൻ പാടായിരിക്കും നമുക്ക്. എന്തായാലും ഉടുപ്പൂരിയതല്ലേ, എൻ്റെ മസിൽ രണ്ടുപേര് കാണട്ടെ എന്നുള്ള വിചാരത്തിൽ അവൻ്റെ മസിലുകൾ പല രൂപത്തിൽ പല ഭാവത്തിൽ കാണിക്കുന്നതാണിത്. ഇത് അഴുക്ക കൃഷ്ണനാണ്, അതുകൊണ്ടാണ് നഖമൊക്കെ കടിക്കുന്നത്. അല്ലാതെ കൃഷ്ണൻ നഖമൊന്നും കടിക്കത്തില്ല, നല്ല ഗുഡ് കൃഷ്ണനായിരിക്കും അല്ലേ? ആണെന്ന് പറ. അപ്പൊ ഓക്കെ, ഫസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കൈതത്ത്. അതിനുശേഷം നമ്മുടെ ഫേസ് സ്കാനറുടെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ ഒന്ന് എടുത്തതാണ്, അപ്പൊ അതിൻ്റെ അകത്ത് ക്ലിപ്പ് ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി എടുക്കണം അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. ഇന്ന് നിന്റെ അടുത്തല്ല, പിന്നെ ആരുടെ ഞാൻ ചോദിക്കണം. അപ്പൊ നമുക്ക് ചെറിയ ഡോട്ട് 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 കൃഷ്ണൻ ചെറിയ ചുമയൊക്കെ ഉണ്ട്. എപ്പോഴും അതിനാ പറഞ്ഞേ? പറയണ്ട, വെളുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. യെസ്, ഐ ഷാഡോ നമുക്ക് ബ്ലൂ ഇട്ട് കൊടുക്കാം. കൃഷ്ണനൊരു ബ്ലൂ മയമല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ബ്ലൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, താഴോട്ട് ഇറങ്ങടാ. കാണണോ? ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, മേക്കപ്പിനെ കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാവുന്ന ഭാവത്തിലാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്. പിന്നെ ഇതിനു മുന്നേ ഞാൻ അവനെ കൃഷ്ണനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കാൻ തയ്യാറായത്. ഇതാണ് നമ്മൾ റെഡ് കളർ നമ്മുടെ കൈ യൂസ് ചെയ്ത് ചീക്സിൽ ഇട്ട് കൊടുക്കുന്നത്. നല്ല ക്യൂട്ട് കൃഷ്ണനായിരിക്കും. കൈ താത്തിട്ട് കാണത്തില്ല, ക്യൂട്ട് കൃഷ്ണനാണ് കേട്ടോ നമ്മുടെ. അടങ്ങിയേ, ഇത് ക്യൂട്ടല്ല, ഇത് പുട്ട് കൃഷ്ണനാണ്. മിക്കി മൗസ് ഒന്നും അല്ല. ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് നമ്മൾ കിടത്തയിൽ നിന്നും എണീറ്റ് നിൽപ്പുണ്ട്. അപ്പൊ ഇനി മുതൽ നമ്മൾ ഇനി ഇവിടെ നിന്നാണ് വീഡിയോ പോകുന്നത്. അപ്പൊ ഇതുവരെ ചെയ്ത് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ അല്ലേ? പിന്നെ അടുത്തത് ഐലൈനറാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. കണ്ണടച്ച് നിന്നോ, കണ്ണടച്ചില്ലെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്, കണ്ണടന്ന് വീണ നല്ല എരിച്ചിലായിരിക്കും. ചെന്ന് വീഴും, അനങ്ങരുത്. കണ്ണടച്ചില്ല, തുറക്കുകയും ചെയ്യരുത്. എന്റെ കൊച്ച്. ആർക്കും ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ ഡ്രസ്സിനനുസരിച്ച് നമ്മൾ പൊട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നമ്മൾ അമ്മമാരൊക്കെ ഇട്ടിരുന്ന ആ സെയിം സാധനം തന്നെയാണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് അവിടെയൊക്കെ കുത്തിട്ട് കൊടുക്കാം. അതിനൊക്കെ തന്നെ നെറ്റിയിൽ പൊട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് യൂസ് റെഡും വൈറ്റും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ,
ഡിസൈൻ പൊട്ടാക്കിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട്. അടിയിൽ നമുക്കൊരു യെല്ലോ കളർ കുത്തൂടെ ഇട്ടു. ബാക്കിയൂടെ ചെയ്തിട്ട് പോ, പിന്നെ പോയി നോക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുങ്ങി ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലൊക്കെ നോക്കാം, എന്നാലും ഞങ്ങൾക്ക് നമ്മളെ താഴെ ഇവിടെ ഒരു 2 കുത്ത്. ആ യെല്ലോ കുത്തിന് ചുറ്റുമായിട്ട് വേറെ ഏതെങ്കിലും കളറുണ്ട് നമുക്ക് കുത്തിടാം. ഞാൻ ഇവിടെ വൈറ്റ് കളറാണ് യൂസ് ചെയ്തത്. അതുപോലെ നമ്മളെ കണ്ണിൻ്റെ വാലെഴുതി ആ ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണ്ട് കൃഷ്ണവേഷവും രാധയൊക്കെ ഒരുക്കുന്നത് പൗഡർ ഇടും, കരി വരയ്ക്കും, 2 കുത്തിടും പുരുവത്തിന് ചുറ്റും, പിന്നെ പൂ വയ്ക്കും. കൃഷ്ണനാണെങ്കിൽ ഒരു ഓടക്കുഴലും കൊടുക്കും. ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള അമ്മമാരാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്ത് എങ്ങനെ ഒരുക്കാം, ഏത് രീതിയിൽ ഭംഗിയാക്കാം എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന കാലഘട്ടമല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, ഇതിവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ഉരുത്തിരിഞ്ഞ് വന്നത്. അതുപോലെ തന്നെ ഈ കൃഷ്ണൻ്റെ വേഷം ഞാൻ കുറേ കടകളിലൊക്കെ കയറി അന്വേഷിച്ചായിരുന്നു, പക്ഷേ അവിടെ എങ്ങും കിട്ടിയില്ല. അവസാനം ഞാൻ പിന്നെ മെറ്റീരിയൽ മേടിച്ച് തയ്ക്കാൻ കൊണ്ട് കൊടുത്തപ്പോൾ തയ്ക്കുന്ന ആൻറ്റിക്ക് ഇതറിയത്തില്ല. ഞാൻ പെട്ടു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ എൻ്റേതായ ഒരു ഐഡിയ ആ ആൻറ്റിക്ക് പറഞ്ഞു കൊടുത്ത് തയ്ക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഒരു പാട്ടിയാല പാൻറ്റ് തയ്പ്പിച്ചു അവൻ്റെ അളവിൽ, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ചുറ്റി ഉടുക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് തുണി വേറെ കളറിൽ മേടിച്ച് ഞൊറിവൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഞൊറിവ് വെച്ച് ലേസൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ കൃഷ്ണൻ്റെ വേഷം കിട്ടാനില്ലാതെ നടക്കുന്ന അമ്മമാർക്ക് ഇതൊരു എളുപ്പമാർഗ്ഗമായിരിക്കും. നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ സക്സസ് ആയാലോ. എനിക്കെന്തായാലും സക്സസ് ആയി, നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. അതല്ല വേറെ ആർക്കെങ്കിലും വേറെ രീതിയിൽ തയ്ക്കാൻ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഉത്സവങ്ങൾ തീരുന്നില്ലല്ലോ, കിടക്കുമല്ലേ. നമുക്ക് ഓർണമെൻറ്റ്സ് ഇടാം. ഇത് ഞാൻ സെറ്റോടെ മേടിച്ചതാണ്, നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അരപ്പട്ടയുണ്ട്, 2 മാലയുണ്ട്, കമ്മലുണ്ട്, നെറ്റിച്ചുട്ടിയുണ്ട്. 300 സംതിങ് ആയതേ ഉള്ളൂ. നല്ല ഓഫറിൽ കിട്ടിയ സംഭവമാണ്. ഇത് വള നമുക്ക് ഓരോന്നായിട്ട് ഇതൊക്കെ ഉണ്ടോ. അല്ല കൃഷ്ണ റിച്ചാണ്, റിച്ച് കൃഷ്ണനാണത്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ലിപ്സ്റ്റിക്ക് ഇട്ടില്ല എന്നുള്ളത്. അവന് ഇഷ്ടപ്പെട്ട സാധനമാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അവന് ഹാപ്പി, ഞാൻ ഹാപ്പി. നമ്മുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടമായ നമ്മുടെ ഹെയർ സ്റ്റൈൽ സെറ്റിങ്ങാണ്. പിന്നെ ആമ്പിള്ളേർക്ക് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് കോതി വയ്ക്കുക, കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ തൊപ്പി, മയിൽപ്പീലിയൊക്കെ വെച്ച തൊപ്പി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷോൾ വെച്ച് ചുറ്റി എടുക്കുന്ന ആ ഒരു സംഭവമല്ലേ, അത് തന്നെയാണ് ഞാനും കൂട്ടി എടുത്തേക്കുന്നത്. 2 ഷോൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞ് അവൻ്റെ തലയുടെ സൈസാക്കി വെച്ചിട്ട് ഒന്ന് കെട്ടി വെച്ച് ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തു. അതിന് ശേഷം കുറച്ചൊന്ന് ഭംഗി കൂട്ടാനായിട്ട് മാലയിലൂടെ കിട്ടിയ നമ്മുടെ നെറ്റിച്ചുട്ടി അതിൻ്റെ അകത്തൊന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞ് 2 മയിൽപ്പീലിയും വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ തലയിൽ ഫിറ്റായിട്ട് ഇരിക്കുന്നില്ലായിരുന്നു, പിന്നെ സ്ലൈഡൊക്കെ വെച്ച് കുത്തി അഡ്ജസ്റ്റ് ചെയ്താണ് ഇരുത്തിയത്. എങ്ങനെയായാലും നമ്മൾ ഇരുത്തിയിരിക്കും. ഫൈനൽ ലുക്കിന് ഇതുകൂടെ ഇട്ടാൽ നമ്മുടെ ഹാരം കൂടെ ഇട്ടാലും നമുക്ക് ഫിനിഷ് ആവും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അങ്ങോട്ട് നോക്ക് ചേച്ചി, അങ്ങോട്ട് നോക്കി. നേരെ ഇത് വേറെ കൃഷ്ണൻ, ഇത് അടുത്ത കൃഷ്ണൻ. ഓക്കെ, നമ്മുടെ
കൃഷ്ണന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനും കൂടി പോയി ഒന്ന് ഒരുങ്ങിയിട്ട് വരട്ടെ. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഇതിൽ കാണേണ്ട ഷോർട്സ് വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.